കോളിളക്കമുണ്ടാക്കിയ കോഴ ആരോപണം വ്യാജമാണെന്നും മാധ്യമ സൃഷ്ടിയാണെന്നും ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച CPM ഒടുവിൽ ഗത്യന്തരമില്ലാതെ കുറ്റാരോപിതനായ CPM പ്രാദേശിക നേതാവിനെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കുകയാണ്. PSC അംഗത്വത്തിന് 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെടുകയും ആദ്യ ഗഡുവായി 22 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്തു എന്ന് ആരോപണം ഉയർന്നിട്ടുള്ള CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടോളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റിയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടിയെടുത്തത്. പ്രമോദ് കോട്ടോളി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്തു. വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായി സംസ്ഥാന കമ്മിറ്റി നേരത്തെ വിലയിരുത്തിയിരുന്നു. ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും നടപടിയെടുക്കാതെ തീരുമാനം വൈകിപ്പിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റി വിമർശനമുന്നയിച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ ഈ നടപടി. പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് പ്രമോദിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരു വിഭാഗം നടപടിക്കെതിരാണ് എങ്കിലും സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനമെടുത്തത് എന്നാണ് വിവരം. നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രമോദ് ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മന്ത്രി റിയാസ് അടക്കമുള്ളവർ കർശന നടപടി വേണമെന്ന ആവശ്യക്കാരായിരുന്നു അത്രേ. അതേസമയം കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയതയാണ് ഈ വിവാദത്തിന് പിന്നിൽ എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള ലൈഫ്.